നമസ്കാരം, വെൽക്കം ടു ജോമെട്രി ഗുരു. ഇന്ന് SSLC ചാപ്റ്റർ 8 ടാൻജൻറ്റിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പറഞ്ഞു തരുന്നത്. അത് നമുക്കറിയാം, ആംഗിൾസ് വെച്ച് നമ്മൾ ടാൻജൻറ്റിൻ്റെ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ. സോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ബേസിക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കാണുക. സോ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് ടാൻജൻറ്റും റേഡിയസും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇവിടെ ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് നമ്മളിവിടെ റേഡിയസിൻ്റെ ഇൻബിറ്റ്വീനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും ടാൻജൻറ്റിൻ്റെ ഇൻബിറ്റ്വീനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അതൊരു സപ്ലിമെൻ്ററി ആംഗിളാണ്. ഓക്കെ, ആംഗിൾ AOB പ്ലസ് ആംഗിൾ APB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ആംഗിൾ AOB 20 ഡിഗ്രി കൊടുത്തെങ്കിൽ ആംഗിൾ APB എന്തായിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ പറയാം. ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ APB എന്തായിരിക്കും? 180യോട് 80 മൈനസ് ചെയ്താൽ മതി. 180 മൈനസ് 80, അപ്പോൾ ആംഗിൾ APB എന്ന് പറയുന്നത് 100 ഡിഗ്രി. ഇനിയിപ്പോൾ അതല്ല, ആംഗിൾ APB ഈസ് ഈക്വൽ ടു ആംഗിൾ APB ഇപ്പോൾ ഒരു 50 ഡിഗ്രി തന്നു. ആംഗിൾ APB ഏതാ? ഇതാണ് ആംഗിൾ APB. ഇവിടെയാണ് 50 ഡിഗ്രി തന്നതെങ്കിൽ ആംഗിൾ AOB എന്തായിരിക്കും? ആംഗിൾ AOB ഫൈൻഡ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 130 ഡിഗ്രി കിട്ടും. വേറൊരു എക്സാമ്പിൾ, ആംഗിൾ APB തന്നെ. ആംഗിൾ APB ഈസ് ഈക്വൽ ടു ഒരു 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 180യിൽ നിന്ന് 60 ഡിഗ്രി മൈനസ് ചെയ്യുക. സോ നമുക്ക് കിട്ടും 120 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി ഇത് തന്നെ നമുക്ക് ഈ ഒരു ഫിഗറിനെ ഈ രണ്ട് രീതിയിൽ നമ്മളോട് ചോദിക്കാം. ഇപ്പോൾ ഞാനിവിടെ നെയിം ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നെയിം ഒന്നും കൊടുക്കുന്നില്ല. നെയിം കൊടുക്കാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു 100 ഡിഗ്രി തന്നു, ഇവിടെ ഒരു 20 ഡിഗ്രി തന്നു. നിങ്ങളോട് ഇനി ഫൈൻഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആംഗിൾസ് നിങ്ങളോട് ബാക്കിയുള്ള ഈ ആംഗിളും ഈ ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം ഇത് രണ്ടും ആഡ് ചെയ്തതിന് ഈ ഒരു പിക്ചർ മാത്രം നോക്കിയാൽ മതി. ഇതും ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ 100 ആണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്തതിന് നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 80 ഡിഗ്രി. ഇവിടെ 20 ഡിഗ്രി തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 160 ഡിഗ്രി നോക്ക്. 160 പ്ലസ് 20 180. 100 പ്ലസ് 80 180. ഇവിടെ നമുക്കൊന്നും തന്നിട്ടില്ല, ഇവിടെയും ഒന്നും തന്നിട്ടില്ല അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാം ഒരു ഫുൾ സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100, ഇവിടെ 160 നോക്കൂ. 100 പ്ലസ് 160 നമുക്ക് എന്ത് കിട്ടും? 260 അല്ലേ? അപ്പോൾ ഈ 360യോട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 260 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? അവിടെ 100 അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 80 ഡിഗ്രി. ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഒരു 3 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്.